നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിന് ഇനി ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഫെബ്രുവരി 15 നടക്കുന്ന മത്സരം കളിക്കില്ല, അതിന് അനുമതി കൊടുത്തിട്ടില്ല ടീമിന് എന്ന് അവരുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ടറിയിച്ചല്ലോ. മറുപടി ICCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കളി കളിക്കില്ല, ബാക്കി കളി കളിക്കും, ആ പരിപാടി പറ്റില്ല, അത് ഡിഫിക്കൽട്ടാണ്, സെലക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഡിഫിക്കൽട്ടാണ് എന്ന് തന്നെ ICCയുടെ പ്രതികരണം വന്നു. ബോളിപ്പോൾ PCBയുടെ കോർട്ടിലാണ്, പാകിസ്ഥാൻ്റെ കോർട്ടിലാണ്. ഇനി അവർ തീരുമാനമെടുക്കണം. എൻ്റെ ICCക്ക് നേരെ എങ്ങ് പുറത്താക്കി കൂടെന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. അതല്ലല്ലോ എൻ്റെ രീതി. ICC പറയുന്നത് ICCക്ക് ഇതുവരെ ഒഫീഷ്യലി ഒരു കമ്മ്യൂണിക്കേഷനും ലഭിച്ചിട്ടില്ല. PCBയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ വേൾഡ് കപ്പ് കളിച്ചിട്ട് ഈ ഒരു കളി മാത്രം കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ICCക്ക് ഇതുവരെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്തിടത്തോളം കാലം അതിനർത്ഥം പാകിസ്ഥാൻ വേൾഡ് കപ്പും കളിക്കും, ഇന്ത്യക്കെതിരെയും കളിക്കുമെന്നാണ്. അപ്പോൾ ഇതിലൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വരണം. അത് വരാത്തത് കൊണ്ട് തന്നെ ഒരു പ്രോഗ്രസ്സും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ICCയുടെ ബോർഡ് ചേർന്നിട്ടുമില്ല. ഈ വിവരങ്ങൾ ഇപ്പോൾ ഈ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് നോ ICC ബോർഡ് മീറ്റിംഗ് സോഫ, നോ പ്രോഗ്രസ് ഓൺ പാകിസ്ഥാൻസ് ത്രെട്ട്. പാകിസ്ഥാൻ്റെ ഭീഷണിയുടെ മേലിൽ ഇപ്പോൾ ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. കാരണം സംഗതി വളരെ കൃത്യമാണ്. പാകിസ്ഥാൻ ഇതുവരെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനും PCB ഇതുവരെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനും ICCയുമായിട്ട് ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റാറ്റസ് കോ അതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബോർഡ് മീറ്റിംഗ് ഇപ്പം ഇത് ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും. ബോർഡ് മീറ്റിംഗ് ഉണ്ടായിട്ട് അതിലൊരു തീരുമാനമെടുക്കും. പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് പുറത്താക്കണോ, അതല്ല ഈ കളി എങ്ങനെ നടത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ PCB നടത്തണ്ടേ. അത് നടത്തുന്നില്ല. അപ്പോൾ ICCയുടെ ബോർഡെന്ന് പറഞ്ഞാൽ 16 മെമ്പേഴ്സുള്ള ICC ബോർഡാണ്. അപ്പോൾ അതിലെ മൾട്ടിപ്പിൾ ഡയറക്ടേഴ്സിനെ ക്രിക്ക് ബസ് കോൺടാക്ട് ചെയ്തു എന്നാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ദർ ഇസ് നോ ഇൻഫോർമേഷൻ അബൌട്ട് എനി ബോർഡ് മീറ്റിംഗ്. ഇമ്മീഡിയറ്റ്ലി ഈ വിഷയത്തിലൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയുമില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഫോർമലി ഇതുവരെ ഞങ്ങൾ മാച്ച് ഫോർഫിറ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം, ആ ഒരു തീരുമാനം ICCയെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ICCയുടെ കണക്കിൽ ഈ മത്സരം നടക്കും എന്നാണ് അവർ കരുതുന്നത്. സോ അതാണ് ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡ്. എന്നാൽ PCB ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് അവരുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ICCയുടെ സ്റ്റേറ്റ്മെൻറ്റും വന്നു. അതിൽ ICC വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ സെലക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ പറ്റില്ല. ICC ടൂർണമെൻറ്റ്സ് ആർ ബിൽഡ് ഓൺ സ്പോർട്ടിംഗ് ഇൻറ്റഗ്രിറ്റി, കോമ്പറ്റീറ്റീവ്നെസ്, കൺസിസ്റ്റൻസി ആൻഡ് ഫെയർനെസ്. ആൻഡ് സെലക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അണ്ടർമൈൻസ് ദി സ്പിരിറ്റ് ആൻഡ് സാങ്ക്ടിറ്റി ഓഫ് ദി കോമ്പറ്റീഷൻസ് എന്നാണ് ICCയുടെ നിലപാട്. സോ കൃത്യമായിട്ട് അവർ പറയുന്നു, ഇങ്ങനെ സെലക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ഗെയിമിൻ്റെ സ്പിരിറ്റിനെതിരെയും അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൻ്റെ കോമ്പറ്റീഷൻ്റെ സാങ്ക്ടിറ്റി, അതിൻ്റെ വിശുദ്ധിക്കെതിരുമാണ്. അതുകൊണ്ട് അത് ഫെയർ ആയിരിക്കില്ല എന്നാണ് ICCയുടെ നിലപാട്. അപ്പോൾ പിന്നെയുള്ള ചോദ്യം, പാകിസ്ഥാൻ എന്തുകൊണ്ടായിരിക്കും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാത്തത്? അതിന് വിശദീകരണം നൽകേണ്ടത് PCB ആണ്. പക്ഷേ സംഗതി ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ഒരു പ്രഖ്യാപനം വേണമെങ്കിൽ ബംഗ്ലാദേശിനെ ഒഴിവാക്കി പകരം സ്കോട്ട്ലൻഡിനെ കൊണ്ടുവന്ന അന്ന് തന്നെ വേണമെങ്കിൽ പാകിസ്ഥാൻ നടത്തിയില്ലല്ലോ. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലേറ്റാക്കുക, തീരുമാനങ്ങൾ അവസാനം വരെ നീട്ടിക്കൊണ്ടുപോയി അവസാനം മറുഭാഗത്ത് നിൽക്കുന്ന കക്ഷിക്ക് ഒരു പരിഹാരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. ഇതാണിപ്പോൾ PCBയുടെ ഒരു രീതി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒട്ടും അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ലാത്ത തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരം നടക്കേണ്ടത് ഫെബ്രുവരി 15-നാണ്. ഇന്ത്യ എന്തായാലും അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും, അവിടെ ഇന്ത്യ പ്രാക്ടീസ് ചെയ്യും, അവിടെ ഇന്ത്യ നായകൻ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടത്തും, കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. എന്നിട്ട് പിന്നെ മാച്ച് റഫറി തീരുമാനിക്കട്ടെ. അപ്പോൾ പാകിസ്ഥാൻ അവർക്ക് വേൾഡ് കപ്പ് കളിക്കുകയും വേണം, എന്നാൽ ഈ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യുകയും വേണം. അതാണ് അവരുടെ നിലപാടെന്ന് തോന്നുന്നു. അതല്ലാതെ
നേരത്തെ തന്നെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ICCക്ക് കൊടുത്താൽ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ എല്ലാ സാധ്യതയുമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ട് സാധ്യമാവുമോ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.